ആ ഹലോ. പുതിയൊരു ഡീപ്പ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു അറ്റൻഷൻ ഇക്കോണമിയിലാണ്. അതെ, അറ്റൻഷൻ എക്കോണമി. ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യം. ഡിജിറ്റൽ സ്പേസിലായാലും കോർപ്പറേറ്റ് ബോർഡ് റൂമുകളിലായാലും ഏറ്റവും വിലപിടിപ്പുള്ള കറൻസി എന്ന് പറയുന്നത് ഈ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള കഴിവാണ്. തീർച്ചയായും. അപ്പോൾ ഇന്ന് നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്യുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആ ഒരു വിഷയത്തിലേക്കാണ്. ദ ആർട്ട് ഓഫ് പെർസുവേഷൻ, ബിക്കമിങ് എ പ്രസന്റർ ഓൺ ഡിമാൻഡ്. വളരെ റെലവൻ്റ് ആയൊരു ടോപ്പിക്കാണിത്. ഇന്നത്തെ നമ്മുടെ അനാലിസിസിനുള്ള സോഴ്സ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് യൂണിറ്റ് 3 ദ പവർ ഓഫ് പെർസുവേഷന്റെ ഒരു ഡീറ്റെയിൽ സമ്മറിയും പിന്നെ അതിലെ ചില ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ്. റൈറ്റ്. ഇത് കേവലം അക്കാഡമിക് തിയറികളൊന്നുമല്ല. ഒരു സക്സസ്ഫുൾ പ്രസന്റർ ആകാനുള്ള പ്രാക്ടിക്കൽ ഫ്രെയിംവർക്കാണ് ഈ ഡാറ്റ നൽകുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ആളുകൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ്. അപ്പോൾ ഈ ഡേറ്റയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഡീപ്പ് ഡൈവ് കേൾക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തിനാണ് ചില പ്രത്യേക സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുന്നത്? അതൊരു നല്ല ചോദ്യമാണ് അല്ലേ? ചിലപ്പോൾ ഫുഡ് അല്ലെങ്കിൽ ഫാഷൻ കാരണമാകാം. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളെ അവിടെ പിടിച്ചു നിർത്തുന്നത് അവരുടെ ആ ഒരു പ്രസന്റേഷൻ രീതിയും അവരുടെ പെർസ്വേസീവ്നെസ് അഥവാ സ്വാധീനിക്കാനുള്ള കഴിവുമാണ്. ഇതെങ്ങനെ സാധിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതെ, അത് ജന്മനാ ഉള്ള കഴിവല്ല, അതൊരു സയൻസാണ്. ഓക്കെ, നമുക്കിത് അൺപാക്ക് ചെയ്യാം. ഷോർട്ട് ആൻസർ സെക്ഷനിലെ ഒന്നാമത്തെ ചോദ്യം തന്നെ പെർസ്വേഷൻ എന്താണെന്നാണ്. അതായത് പെർസ്വേഷൻ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് വെറുതെ സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് ജയിക്കുക എന്നൊക്കെയാണ്. പക്ഷേ സോഴ്സ് വളരെ ക്ലിയറായി പറയുന്നുണ്ട്, ഇത് കേവലം സംസാരിക്കൽ മാത്രമല്ല. പിന്നെന്താണ്? ഓഡിയൻസിന്റെ അറ്റൻഷൻ പിടിച്ചുപറ്റുക, അവരെ എൻഗേജ്ഡ് ആക്കി നിർത്തുക, അതിനുശേഷം സ്പീക്കറുടെ ചിന്താഗതിയിലേക്ക് അവരുടെ ചിന്തകളെ ഗൈഡ് ചെയ്യുക. ഇതാണ് ലക്ഷ്യം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സക്സസ് ആവാനുള്ള കീ ഇതാണ്. ഗൈഡിംഗ് ദ തോട്ട് പ്രോസസ്. അതൊരു വലിയ ഗെയിം ചേഞ്ചറാണ്. നമ്മൾ അവരോട് കമാൻഡ് ചെയ്യുകയല്ല, അവർക്ക് തന്നെ തോന്നുന്ന രീതിയിൽ കാര്യങ്ങളെ പ്രസന്റ് ചെയ്യുന്നു. അതെ. ഇപ്പോ ഈ ഒരു പ്രോസസ്സിൽ ഓഡിയൻസ് ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ നിർണായകമാണ്. നമ്മുടെ ഡേറ്റ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി ഡിജിറ്റൽ ഓഡിയൻസിനെ പ്രധാനമായും 2 കാറ്റഗറിയായി തിരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ആൻഡ് അക്വൈൻറ്റൻസസ്. കൃത്യം. ഒന്നാമത്തെ കാറ്റഗറി വെറുതെ ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കളും പരിചയക്കാരും. അവർ നമ്മളെ ഫോളോ ചെയ്യുന്നത് ഒരു സോഷ്യൽ ഒബ്ലിഗേഷൻ കാരണമാകാം. നമ്മുടെ കണ്ടന്റിൽ അവർക്ക് വലിയ താൽപ്പര്യമുണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറിയോ? രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പാഷനേറ്റ് ഫോളോവേഴ്സ് ആണ്. അതായത് നിങ്ങളുടെ വീഡിയോസ്, റീൽസ് അല്ലെങ്കിൽ ടോക്സ് ഒക്കെ കണ്ട് ശരിക്കും ഫാസിനേറ്റഡായി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്നവർ. അപ്പോൾ ഈ പാഷനേറ്റ് ഫോളോവേഴ്സിനെ സൃഷ്ടിക്കുകയാണ് നമ്മൾ പെർസുവേഷനിലൂടെ ചെയ്യുന്നത്. കാരണം അവരാണ് യഥാർത്ഥത്തിൽ ഒരു ബ്രാൻഡിന്റെ കോർ സ്ട്രെങ്ത്. അതെ അതെ. അപ്പോൾ ഒരു പ്രസന്റർ ഓൺ ഡിമാൻഡ് ആകാൻ അല്ലെങ്കിൽ ഓഡിയൻസ് അങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരാളാകാൻ എന്തൊക്കെ ചെയ്യണം എന്ന് എസ്സേ ആൻസറിൽ വളരെ ഡീറ്റെയിൽഡായി പറയുന്നുണ്ട്. 8 ക്വാളിറ്റീസ് ആണ് അതിൽ പറയുന്നത്. 8 ക്വാളിറ്റീസ്. അതിലൊന്നാമത്തേത് എനിക്ക് തോന്നുന്നു ബീങ് അപ്ഡേറ്റഡ് ആണല്ലേ? റൈറ്റ്. കറന്റ് ഇവന്റ്സ്, ട്രെൻഡ്സ് എന്നിവയെക്കുറിച്ച് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ ഒരു കോമൺ ടോപ്പിക് ആണെങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ അനക്ഡോട്ട്സ് അല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് പേഴ്സ്പെക്റ്റീവ് കൊണ്ടുവന്നാൽ അവിടെ ഒറിജിനാലിറ്റി ഉണ്ടാവും. കൃത്യമായി പറഞ്ഞു. അതാണ് നോവൽറ്റി അഥവാ ഒറിജിനാലിറ്റി. ഇൻഫർമേഷൻ എല്ലാവരുടെയും കയ്യിലുണ്ട്. പക്ഷെ നിങ്ങളുടെ റിയൽ ലൈഫ് അനുഭവങ്ങൾ കൂടി ചേർക്കുമ്പോൾ അതൊരു യുണീക്ക് കണ്ടന്റ് ആവും. ഈ ഒറിജിനാലിറ്റി ഉണ്ടെങ്കിൽ പോലും അത് അവതരിപ്പിക്കാൻ നല്ല കോൺഫിഡൻസ് വേണമല്ലോ. തീർച്ചയായും. ഒരു പ്രസന്റർക്ക് കോൺഫിഡൻസ് നൽകുന്നത് അവരുടെ കംഫർട്ടബിൾ അറ്റയർ, പ്ലസന്റ് സ്മൈൽ, പിന്നെ നല്ല പ്രിപ്പറേഷൻ എന്നിവയാണ്. ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, കോൺഫിഡൻസ് ആൻഡ് ക്ലാരിറ്റി. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഐഡിയാസ് ഒരു ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. റെപ്പറ്റീഷൻ പാടില്ല. അതായത് ഒരേ കാര്യം തന്നെ ചുറ്റിത്തിരിഞ്ഞു പറയുന്നത് ഒഴിവാക്കണം. അതെ. ഇവിടെ സോഴ്സ് പറയുന്ന ഒരു ഇൻസൈറ്റ് എന്താന്ന് വെച്ചാൽ, നമ്മൾ എത്ര വെൽ പ്രിപ്പയർഡ് ആണെങ്കിലും കേൾക്കുന്ന ഓഡിയൻസിന് അതൊരു ഇംപ്രോംപ്റ്റു അല്ലെങ്കിൽ വളരെ നാച്ചുറൽ ആയ ഒരു സ്പീച്ചായി തോന്നണം. ആ ഒരു നാച്ചുറൽ ഫ്ലോ കൊണ്ടുവരുന്നത് വലിയൊരു സ്കില്ലാണ്. ഇപ്പോൾ സ്റ്റീവ് ജോബ്സിന്റെ ഒക്കെ കീനോട്ടുകൾ വളരെ കാഷ്വലായി തോന്നും, പക്ഷെ അത് നന്നായി റിഹേഴ്സ് ചെയ്തെന്നായിരിക്കും. കൃത്യം. പിന്നെ ഈ ക്ലാരിറ്റി നിലനിർത്താൻ സഹായിക്കുന്ന മറ്റൊരു ടൂളാണ് വോയിസ് മോഡുലേഷൻ. നമ്മൾ സംസാരിക്കുമ്പോൾ വോള്യം, സ്പീഡ് എന്നിവ കൺട്രോൾ ചെയ്യണം. എനർജി കാണിക്കാൻ വേണ്ടി വളരെ ഫാസ്റ്റായി സംസാരിക്കുന്ന ഒരു പ്രവണത പലർക്കുമുണ്ട്. അത് തെറ്റാണ്.
ഒരു മോഡറേറ്റ് സ്പീഡിൽ സംസാരിക്കണം. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് അസർട്ടീവ്നെസ്, ബീയിങ് അസർട്ടീവ്. അതായത് നമ്മുടെ ബ്രാൻഡിന്റെ യുണീക്ക് ഫീച്ചേഴ്സ് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അഗ്രസീവ് ആകാതെ തന്നെ അസർട്ടീവായി സംസാരിക്കാൻ കഴിയണം. അതെ, ഓഡിയൻസിനെ നിർബന്ധിക്കാതെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. പിന്നെ അവരുമായി കണക്ട് ചെയ്യാൻ സ്പേസ് ഫോർ ഫീഡ്ബാക്ക് വളരെ അത്യാവശ്യമാണ്. സജഷൻസ്, ക്രിറ്റിസിസം എന്നിവ സ്വീകരിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണം. റൈറ്റ്. ഫീഡ്ബാക്കുകൾക്ക് പേഴ്സണലായി റെസ്പോണ്ട് ചെയ്യ വഴി അടുത്ത പ്രസന്റേഷൻ ഇംപ്രൂവ് ചെയ്യാം എന്ന ഡാറ്റ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. നമ്മുടെ അടുത്ത പോയിന്റ്, അതായത് 8ാമത്തെ പോയിന്റ്, ഹ്യൂമർ. അതെ, ഹ്യൂമറിന്റെ റോൾ. പാരഗ്രാഫ് ആൻസർ സെക്ഷനിലെ ഹ്യൂമർ എന്ന പോയിന്റിലേക്ക് നമുക്കൊരു ഡീപ് ഡൈവ് ചെയ്യാം. പ്രസന്റേഷനിൽ ഹ്യൂമർ എന്നത് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ അതൊരു സ്റ്റാൻഡപ്പ് കോമഡി സ്കെച്ച് ആകരുത്. ഒരു ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ? അതായത് ഓഡിയൻസിന് ഒരു മെന്റൽ ബ്രേക്ക് നൽകാനും അവരെ കൂടുതൽ എനർജറ്റിക്കായി പ്രസന്റേഷനിലേക്ക് തിരികെ കൊണ്ടുവരാനും ഇത് സഹായിക്കും. ഒരു റീസെറ്റ് ബട്ടൺ പോലെ. പക്ഷേ ഹ്യൂമർ ഉപയോഗിക്കുമ്പോഴുള്ള ചില നിയമങ്ങൾ ഇതിൽ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. പ്രധാനമായും എല്ലാവർക്കും മനസ്സിലാകുന്ന യൂണിവേഴ്സലായ തമാശകൾ പറയുക, ഇൻസൈഡ് ജോക്സ് ഒഴിവാക്കുക. പിന്നെ സ്വയം കളിയാക്കുന്ന സെൽഫ് ഡിപ്രിക്കേഷൻ നല്ലതാണ്. സ്പീക്കർ നമ്മളെപ്പോലെ സാധാരണക്കാരനാണെന്ന തോന്നൽ ഓഡിയൻസിലുണ്ടാകും. അതെ, അത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. എന്നാൽ ഓഡിയൻസിലെ മറ്റൊരാളെ വ്യക്തിപരമായി ഒരിക്കലും കളിയാക്കരുത്. അത് ടോക്സിക്കാണ്. തീർച്ചയായും. പിന്നെ നിങ്ങൾക്ക് ഹ്യൂമർ കംഫർട്ടബിൾ അല്ല എങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. അൺകംഫർട്ടബിളായി ചെയ്യാൻ നിന്നാൽ അതൊരു ഓക്വേർഡ് സിറ്റുവേഷൻ ആകും. 100% ശരിയാണ്. ഹ്യൂമർ ഇല്ലെങ്കിലും നന്നായി പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? ഈ 8 ക്വാളിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിന്റെ ഒരു ബോട്ടം ലൈൻ എന്താണ്? എസ്സേ പോർഷനിലെ കൺക്ലൂഷനിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഡിമാൻഡുള്ള ഒരു പ്രസന്റർ ആകുക എന്നത് ഒരു ഡെലിബറേറ്റ് പ്രോസസ് ഓഫ് സെൽഫ് ഇംപ്രൂവ്മെന്റ് ആണ്. അതായത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല. അല്ല, നിരന്തരമായ പ്രാക്ടീസ് വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പെർസ്വേഷൻ എന്നത് മാനിപ്പുലേഷൻ അല്ല. പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്, ആളുകളെ പറ്റിച്ച് നമ്മുടെ വഴിക്ക് കൊണ്ടുവരുന്നതാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പ്രിപ്പറേഷൻ, കോൺഫിഡൻസ്, ഒതന്റിസിറ്റി എന്നിവയിലൂടെ ഓഡിയൻസുമായി കണക്ട് ചെയ്യുന്നതാണ്. ഒതന്റിസിറ്റിയാണ് അവിടെ മെയിൻ. ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളതും ഇതുതന്നെയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലായാലും നിങ്ങളുടെ മീറ്റിങ്ങുകളിലായാലും ഈ 8 ക്വാളിറ്റീസ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ മികച്ചതാക്കാൻ സഹായിക്കും. തീർച്ചയായും ഇതൊരു കോർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അപ്പോ ഈ ഡീപ് ഡൈവ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് കേൾവിക്കാരനായി ഞാനൊരു ചോദ്യം ബാക്കി വെക്കുകയാണ്. പറയൂ. നമ്മൾ കണ്ടു പെർസ്വേഷൻ എന്നത് മാനിപ്പുലേഷൻ അല്ല എന്ന്. എന്നാൽ ഓഡിയൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ ബ്രാൻഡ് വളർത്താൻ വേണ്ടി മാത്രം നിങ്ങൾ മറ്റുള്ളവരുടെ ചിന്തകളെ സമർത്ഥമായി ഗൈഡ് ചെയ്യുമ്പോൾ ആ പെർസ്വേഷൻ എപ്പോഴാണ് ഒരു മാനിപ്പുലേഷനായി മാറുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. അതെ, ആ എത്തിക്കൽ ലൈൻ എവിടെയാണ് വരയ്ക്കേണ്ടത്? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. ഏതായാലും ഇന്നത്തെ ഈ ഡീപ് ഡൈവ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ പുതിയൊരു പേഴ്സ്പെക്റ്റീവ് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും വലിയൊരു നന്ദി. വീണ്ടും കാണാം.